നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 28 ബുധനാഴ്ച. നക്ഷത്രം അത്തം. ചന്ദ്രൻ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു. ഇനി ഓരോ രാശിക്കാരുടെയും ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം അടങ്ങുന്ന മേടം രാശി. മേടം രാശിക്ക് ഇന്നത്തെ ദിവസം ഗുണകരമാണ്. സാമ്പത്തികമായ നേട്ടമാണ് പ്രധാനം. തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയവരോ അല്ലെങ്കിൽ തങ്ങൾ കടത്തിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള വായ്പയ്ക്കോ അപേക്ഷിച്ചിട്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ ധനപരമായ ഗുണം ഇന്നിവർക്ക് സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇന്നിവർക്ക് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നു. തങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നവർ തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പാതി വഴിയിൽ ഇട്ടിട്ട് പോയവർ അത് തിരിച്ച് പുനർജീവിപ്പിക്കുവാനായി തിരിച്ചു വരുന്നു. അപ്പോൾ പൊതുവെ സാമ്പത്തികമായ ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും ഉണ്ടാകുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം കിട്ടത്തക്കവണ്ണമുള്ള സാമ്പത്തിക മേന്മ ഇന്നുണ്ടാകുന്നു. ശാരീരികമായ അവശതയും മാറിക്കിട്ടുന്നതാണ്. പൊതുവെ ഇന്നത്തെ ദിവസം ഗുണകരമായി മുന്നോട്ട് പോകും. ഇടവം രാശി. കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ വലിയ ദോഷമൊന്നുമില്ലെങ്കിലും അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വേണ്ട ദിവസമാണെന്ന്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യം ഇന്ന് അത്ര അനുകൂലമല്ല എന്ന് കാണുന്നു. ചിലപ്പോൾ പ്രവർത്തനങ്ങളിൽ ഭാഗികമായ എന്തെങ്കിലും ദോഷമോ അല്ലെങ്കിൽ യാത്ര ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത് ചിലപ്പോൾ മാറ്റിവെക്കേണ്ടതോ ആയി വന്നേക്കാം. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല. ഏതാണ്ട് തൃപ്തികരമായ മട്ടിൽ കാര്യങ്ങൾ നടന്നു പോകാൻ തക്കവണ്ണം സാമ്പത്തിക മേന്മ ഇന്നുണ്ടാകുന്നതാണ്. സന്താനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മാരകമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുകയില്ലെങ്കിലും ത്വക്ക് സംബന്ധമായോ അലർജി സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായുള്ള അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മിഥുനം രാശി. മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ ഉൾപ്പെടുന്നത്. ഇവർക്കിന്ന് മാതാവുമൊത്ത് ചിലപ്പോൾ ദൂരെ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ചും അവരുടെ കുടുംബക്ഷേത്രത്തിൽ പോകാനോ അവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാനോ ചിലപ്പോൾ ഇടവന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അവരിന്ന് മാക്സിമം ജാഗ്രത പുലർത്തണമെന്ന് കാണുന്നു. കാരണം അമ്മയ്ക്ക് ചെറിയ ശാരീരികമായ അവശതയോ ത്വക്കുരോഗമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അലർജി അസുഖങ്ങൾക്കാണ് സാധ്യത കൂടുതൽ. സാമ്പത്തികമായ ദോഷമൊന്നും കാണുന്നില്ല. വാഹന സംബന്ധമായും ചില ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. പൊതുവെ ഭാഗികമായി ഇന്നത്തെ ദിവസം ഗുണകരമാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം നടക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണകരമാണ്. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും യാത്ര ഗുണകരമായും കാണുന്നു. തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ചില തീരുമാനങ്ങൾ പെട്ടെന്ന് കൈക്കൊള്ളുകയും ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുകയും അത് വിജയത്തിലെത്തുകയും ചെയ്യുന്ന ദിവസമായിട്ട് വേണം ഇന്നത്തെ ദിവസത്തെ കണക്കാക്കാൻ. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. യാത്രയും അന്ന് പോയി അന്ന് തന്നെ മടങ്ങി വരുന്ന യാത്രകൾക്കാണ് കൂടുതൽ ഗുണം. അതുപോലെ ബന്ധുമിത്രാദികളുമൊത്ത് നല്ല ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കുന്നു, പ്രത്യേകിച്ചും സഹോദരന്മാരിൽ നിന്ന്. അതുകൊണ്ട് പൊതുവെ ഇന്നത്തെ ദിവസം കർക്കിടകം രാശിക്കാർക്ക് ഗുണകരമാണ്. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ചിലപ്പോൾ സ്വന്തം ഭവനത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നേക്കാം. ഈ നക്ഷത്രത്തിൽ, അതായത് പുരുഷന്മാർ ഈ നക്ഷത്രത്തിലാണെങ്കിൽ അവരുടെ ഭാര്യയുമായോ ഭാര്യാപിതാവുമായോ മാതാവുമായോ അല്ലെങ്കിൽ സഹോദരന്മാരുമായോ സഹോദരിമാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മകളുമായും അതുപോലെ സ്ത്രീ സുഹൃത്തുക്കളുമായും സഹോദരിയുമായുമൊക്കെ സാമ്പത്തികമായ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശയവിനിമയത്തിൻ്റെ കാര്യത്തിലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും തെറ്റാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. സ്വന്തം വാക്കുകൾ വളരെ സൂക്ഷിച്ചിടപെടുക. ജോലിസ്ഥലത്തും ചില അന്യായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തികമായിട്ട് വലിയ ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവനവൻ്റെ പ്രവൃത്തിയും വാക്കുമാണ്. അതിൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യത്തെ അര അടങ്ങുന്ന കന്നിരാശിയാണ്. ഇവർക്ക് ഇന്നത്തെ ദിവസം പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സ്വന്തം ശരീരത്തിനും മനസ്സിനും സന്തോഷം തോന്നുന്ന ദിവസം. കുപ്പായമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വില കൂടിയ വസ്തുക്കളോ IT ഉപകരണങ്ങളോ മറ്റേതെങ്കിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ഒക്കെ ഇവർക്കിന്ന് സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വെളുത്ത വസ്തുക്കളാണ് കൂടുതലായി കിട്ടുക എന്ന് പറയുന്നു. നിറം അതാകാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നത്. സാമ്പത്തികമായ നേട്ടം കാണുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കച്ചവട സംബന്ധമായ കാര്യങ്ങളിൽ ഇന്നിവർക്ക് വളരെ വിജയകരമായ ചില വാർത്ത കേൾക്കാൻ ഇടവരും. പൊതുവെ ഇന്നത്തെ ദിവസം കന്നിരാശിക്കാർക്ക് ഗുണകരമാണ്. തുലാം രാശി. ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ചിലവ് അധികരിച്ചിരിക്കുമെന്നതാണ് ഒരു ന്യൂനത.
ഇത് ഒരുപക്ഷെ ഈ നക്ഷത്രക്കാരുടെ ശാരീരികമായ അവശതയ്ക്ക് വേണ്ടിയിട്ടാകാം. അതായത് ആശുപത്രിവാസമോ മരുന്ന് വാങ്ങാനോ വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ജലജന്യമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അലർജി അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ഇതിനായിരിക്കാം പണം മുടക്കേണ്ടി വരിക. അതുപോലെ ഇന്നത്തെ ദിവസം യാത്ര ചിലപ്പോൾ ലക്ഷ്യത്തിലെത്തണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കേണ്ടി വന്നേക്കാം. പ്രവർത്തനങ്ങളിൽ ഭാഗികമായ വിജയമേ ഇന്ന് കാണുന്നുള്ളൂ. വൃശ്ചികം രാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ വരിക. സ്വാഭാവികമായും 11ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. സർവാഭീഷ്ടം, എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹം, സാമ്പത്തിക നേട്ടം, പ്രവർത്തന വിജയം, യാത്ര കൊണ്ട് ഗുണം, യാത്ര ലക്ഷ്യത്തിലെത്തുന്നു. അതുപോലെ തന്നെ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ കാണാൻ സാധിക്കുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുന്നു. പ്രണയാർത്ഥികൾക്കും ഇന്നത്തെ ദിവസം സുദിനമാണ്. അതുകൊണ്ട് പൊതുവേ എല്ലാ കാര്യങ്ങളിലും വിജയമാണെന്ന് കാണുന്നത്. തൊടുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയമുണ്ടാകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ സന്താനങ്ങൾക്ക് വിജയമുണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ പഠനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലുമൊക്കെ അവർക്ക് ഇന്ന് ഗുണകരമായ ദിവസമാണ്. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കർമ്മമേഖലയിൽ വളരെ നന്നായി ശോഭിക്കാൻ കഴിയുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഇവർക്ക് തങ്ങളുടെ മേലധികാരികളുടെ ഇടയിലും അതുപോലെ സഹപ്രവർത്തകർക്കുടെ ഇടയിലുമൊക്കെ നല്ല പേര് കേൾക്കാൻ സാധിക്കുന്നു. അത് വരാൻ പോകുന്ന കർമ്മ പുഷ്ടിയുടെ ദിവസങ്ങളായിട്ട് വേണം കണക്കാക്കാൻ. സാമ്പത്തികമായ നല്ല നേട്ടമുണ്ട്. ഇന്നത്തെ ദിവസം ഇവർക്ക് ഭാഗ്യക്കുറി പോലും അനുകൂലമായി വരുന്ന ദിവസം കാണുന്നു. അല്ലെങ്കിൽ മുമ്പ് എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിജയം അതിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാത്ര വളരെ ഗുണകരമായിട്ട് കാണുന്നു. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ വിജയത്തിൻ്റെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ ഇവർക്കിന്ന് ഗുണകരമായിട്ടാണ് വരുന്നത്. മറ്റുള്ള വ്യക്തികളുമായി ഇടപഴകുന്ന കാര്യത്തിലും ഇവർക്കൊന്ന് ഗുണകരമായ അവസ്ഥയുണ്ടാകുന്നു. സമ്മാനങ്ങളോ മറ്റു വിലപിടിപ്പുള്ള പുരസ്കാരങ്ങളോ ഇന്നിവർക്ക് ലഭിക്കുന്നതുമായിരിക്കും. പൊതുവെ ഗുണകരം. മകരം രാശി. ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യത്തേര അടങ്ങുന്ന മകരം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായി വളരെ വലിയ വിജയമൊന്നും ഉണ്ടാകില്ലെങ്കിലും കൃത്യം കാര്യങ്ങൾ നടന്നു പോകാൻ പാകത്തിൽ സാമ്പത്തികമായ നേട്ടമുണ്ടാകുമെന്ന് കണക്കാക്കാം. പിതാവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ പിതാവിന് ഏതെങ്കിലും തരത്തിലുള്ള പിതാവിനോ പിതൃതുല്യരായ ആൾക്കാർക്കോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ ശാരീരികമായോ അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നക്ഷത്രക്കാർക്കും ഇന്ന് മനോവിഷമം ഉണ്ടാകാം. അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഭാഗികമായി മാത്രമാണ് ഇന്നത്തെ ദിവസം ഇവർക്ക് അനുകൂലം. കുംഭം രാശി. അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ചെറിയ ചില തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാകുന്നത് സ്വന്തം ശാരീരികമായ അവശത കൊണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. പ്രത്യേകിച്ചും ഈ നീർദോഷത്തിൻ്റെ അസുഖമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നീർക്കെട്ട്, അതുപോലെ തന്നെ മൂക്കടപ്പ്, സൈനസൈറ്റിസ്, ജലജന്യമായ മറ്റസുഖങ്ങൾ, ദാമ്പത്തികമായ പ്രശ്നങ്ങളിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ട് വീട്ടിൽ നിന്ന് അകന്നു നിൽക്കൽ, ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒട്ടുമിക്ക കാര്യങ്ങളും നടന്നു പോകും. മാനസിക വിഷമവും ശാരീരിക അവശതയും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ശ്രദ്ധിക്കേണ്ടത്. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതിയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ ഗുണകരമായിട്ട് കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് പഠനത്തിനോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി സംബന്ധമായ കാര്യത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ വർത്തമാനം ഇന്ന് കേൾക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ഇന്ന് അങ്ങോട്ട് പോകാൻ സാധിക്കുന്നതിൻ്റെ ദിവസം കൂടിയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അനുകൂലമായ തീരുമാനമുണ്ടാകുന്ന ദിവസമാണ്. പൊതുവെ മംഗളകരമായ കാര്യങ്ങളിൽ പങ്കുകൊള്ളാനോ സാമ്പത്തികമായ നേട്ടത്തിൽ പങ്കുകൊള്ളാനോ ഒക്കെ സാധിക്കുന്ന ദിവസമാണെന്ന്. തങ്ങളുടെ പ്രവർത്തനങ്ങളിലും അങ്ങേയറ്റത്തെ വിജയമുണ്ടാകുന്ന ദിവസമാണിന്ന്. പൊതുവെ ഗുണകരമാണ് മീനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.